ഹൃദയപൂർവം ഭാഗം 97. ആരുടെയും സമ്മർദ്ദമില്ലാതെ മനസ്സിൽ നിന്നും അവൾ പറയട്ടെ, എന്റെ ഒപ്പം ജീവിക്കാൻ അവൾക്ക് സമ്മതമാണ് എന്ന്. അധികം വൈകിക്കരുത് എന്ന് മാത്രമേയുള്ളൂ, ശരത്ത് പറഞ്ഞു. ഇനി ആ ടോപ്പിക്ക് വിട്. അടുത്തതെന്താണ് പരിപാടി? ശരത്ത് പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാൻ എന്നതുപോലെ പറഞ്ഞതും ദേവു മുഖമുയർത്തി അവനെ നോക്കി. ചെറിയൊരു പുഞ്ചിരിയോടെ അവരോട് സംസാരിക്കുന്ന ശരത്തിനെ അവൾ നോക്കി നിന്നു. അതെ, വേഗം വാ, നല്ല മഴ പെയ്യാൻ പോവാണ്, ഗംഗ പറഞ്ഞതും അത് ശരിയാണ്, എന്നാ ഇവിടത്തെ കഴിഞ്ഞില്ലേ, വീട്ടിലേക്ക് പോയാലോ? അപ്പോ ഇനി വേറെ സ്ഥലത്തൊന്നും പോകുന്നില്ലേ? മിത്ര ചോദിച്ചു. അതൊക്കെ പിന്നെ ആകാം, ഇപ്പതേ നല്ല മഴ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒരുമിച്ച് തന്നെ വന്ന് കാറിൽ കയറി. തിരിച്ചങ്ങോട്ടുള്ള യാത്രയിൽ ശാന്തമായിരുന്നു ദേവുവിന്റെ മനസ്സ്. മുന്നിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് സൈഡ് മിററിൽ കൂടി ശരത്ത് അവളെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ആലോചനയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൾ. അവളെ ഇടയ്ക്ക് ലക്ഷ്മിയും നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴും ദേവിക. അതെ, എന്തെങ്കിലും വാങ്ങാനുണ്ടോ നിനക്ക്? മാധവ് ലക്ഷ്മിയോട് ചോദിച്ചു. എനിക്കൊന്നും വാങ്ങാനില്ല. ദേവു, നിനക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ? ലക്ഷ്മി ചോദിച്ചു. അപ്പോഴും അവൾ പറഞ്ഞത് കേൾക്കാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ചു. ദേവു, നിന്നോടാ ഞാൻ ചോദിച്ചത്. എന്താ എന്താ നീ ചോദിച്ചത്? ദേവു ചോദിച്ചു. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇല്ല, ഞാൻ ഞാൻ മറ്റെന്തോ ആലോചിച്ചിരുന്നു. നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ പ്രത്യേകിച്ച്? ഇല്ല, എനിക്കൊന്നും വാങ്ങാനില്ല. അപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടിന്റെ കൊല്ലങ്കോടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ദേവു ഇരുന്നു. പക്ഷേ മനസ്സ് മുഴുവനും ശരത്ത് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. വീട്ടിലെത്തിയതും എല്ലാവരും ഓടി മാഷിന്റെ വീട്ടിലേക്ക് കയറി. അതെ, എല്ലാവരും വാ, ദേ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടീച്ചറമ്മ പറഞ്ഞതും ഇത്ര പെട്ടെന്നുണ്ടാക്കിയോ? ഓ, നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാ. നിങ്ങൾ ഉണ്ടെങ്കിലാ പണിയൊന്നും നടക്കാത്തത്. സീതാമ്മ ഒരു പാത്രത്തിൽ കപ്പയുമായിട്ട് വന്ന് പറഞ്ഞു. അവരുടെ പുറകെ 2 പാത്രങ്ങളിൽ കറികളുമായിട്ട് മാധവിന്റെ അച്ഛനും മാഷച്ഛനും കൂടി വന്നു. എല്ലാവരും നോക്കിയത് ലക്ഷ്മിയാണ്. ലക്ഷ്മി, നിന്റെ കോഴി, ഗംഗ പറഞ്ഞതും പോവടുന്ന്, എനിക്ക് വേണ്ട, മോള് കഴിക്കില്ലെന്ന് അറിയുന്നതുകൊണ്ട് മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടീച്ചറമ്മ തന്നെ അടുക്കളയിൽ നിന്നും അവൾക്കുള്ള മീൻകറിയുമായിട്ട് വന്നു. എന്റെ പൊന്നു ലക്ഷ്മി, ഇത് കഴിച്ചോ? ഇത് നിന്റെ കോഴിയല്ല, ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കോഴിയാ, ഉദയൻ പറഞ്ഞു. അതെ അമ്മേ. അതെ, മോളുടെ കോഴി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ലേ? ഇല്ല. അതെ, നേർച്ചയ്ക്ക് വെച്ചിരിക്കുക കീരിക്ക് കൊണ്ടുപോവാൻ. ഇവിടെ രാത്രി കീരിയുണ്ടല്ലോ, ആർക്കും കൊടുക്കാതെ നീ വളർത്തുന്ന കോഴികളെ കീരി പിടിച്ചുകൊണ്ടുപോകും, നോക്കിക്കോ നീ, വീണ്ടും ഉദയൻ പറഞ്ഞു. മതി അവളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്, മുഖം വീർപ്പിച്ചിരിക്കുന്ന ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ടീച്ചറമ്മ പറഞ്ഞു. അപ്പോഴേക്കും മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു. അല്ലെങ്കിലും അവന് നല്ല ഭാഗ്യ, തീറ്റ ഭാഗ്യം. കറക്റ്റ് ടൈമിന് അവൻ എവിടെ നിന്നാണെങ്കിലും പൊട്ടി മുളച്ചോളും, ഉദയൻ പറഞ്ഞു. ആരാത്? ടീച്ചറമ്മ ചോദിച്ചതും വേറെ ആര്, അമ്മയുടെ മരുമോൻ. ആര്, നവീനോ? അല്ലാതെ പിന്നെ. മരുമോൻ മാത്രമല്ലാട്ടോ, ഞങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് ശോഭനാമ്മയും നവീന്റെ അച്ഛനും കൂടി കടന്നു വന്നു. ആ, എല്ലാവരും ഉണ്ടല്ലോ, വാ വാ ഇരിക്ക്. ഇതെന്താ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്? അകത്തേക്ക് വന്ന ശോഭനാമ്മ ചോദിച്ചു. സമയം 4 മണിയല്ലേ ആയുള്ളൂ. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ നിങ്ങള്? ഇല്ല, ഞങ്ങൾ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, ഉദയൻ പറഞ്ഞു. ആണോ? ദേ ഇരിക്കെ, ചായ എടുക്കാം, നല്ല ചൂട് ചായയും കപ്പയും നാടൻ കോഴിക്കറിയും, ഉദയൻ പറഞ്ഞു. ആണോ? എന്നാ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നവീന്റെ അച്ഛൻ ഇരുന്നു. നല്ല മാറ്റമുണ്ടല്ലേ അങ്കിളിന്? ആദ്യം ഇവിടെ വന്നപ്പോ കാണായിരുന്നു മസിൽ പിടിച്ചിരിക്കുന്നത്. ഒന്ന് ചിരിക്കോ സംസാരിക്കോ ഒന്നുമില്ല. ഇപ്പൊ നോക്കിക്കേ, നല്ല മാറ്റമുണ്ട്. അതിന്റെ കാരണം നോക്കിക്കേ അങ്ങോട്ട്. അടുത്തിരുന്ന മാധവ് പറഞ്ഞതും ഉദയൻ നോക്കി. അവിടെ നിൽക്കുന്ന മാധവിന്റെ അച്ഛനെയും മാഷച്ചനെയും നോക്കുന്നുണ്ട് നവീന്റെ അച്ഛൻ. കൈകൊണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അതെ അങ്കിളെ, അവിടെ എന്റെ മുറിയിൽ നിങ്ങൾക്കുള്ള സാധനം വെച്ചിട്ടുണ്ട്, പോയി എടുത്തോ. ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഞാൻ തരാൻ വേണ്ടി ഇരുന്നതാ, പെട്ടെന്ന് അമ്പലത്തിൽ പോയത് കൊണ്ട് മറന്നു പോയതാ, ശരത്ത് പറഞ്ഞതും ആണോ, എന്നാ ഞങ്ങൾ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് മാധവിന്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. കൂടെ മാഷും. അതെ, എന്നാ ഞാനും വരാം ഇപ്പോ എന്ന് പറഞ്ഞ് നവീന്റെ അച്ഛനും കൂടി ഇറങ്ങി പോകുന്നത് കണ്ടതും കൊടയെടുത്തിട്ട് പോ, മഴയുണ്ട്. അല്ല,
അച്ഛന്മാരെ ടച്ചിങ്സ് ഒന്നും വേണ്ടേ? ഉദയൻ ചോദിച്ചതും ഓ ഞാൻ മറന്നു എന്ന് പറഞ്ഞ് തിരിച്ച് മാധവിന്റെ അച്ഛൻ അകത്തേക്ക് വന്നു. എല്ലാവരെയും നോക്കി ചിരിച്ചു. നടക്കട്ടെ നടക്കട്ടെ, ഇതിപ്പോ ഞങ്ങള് ചെറുപ്പക്കാരെല്ലാം കഷ്ടാ നിങ്ങളുടെ കാര്യം. ഒന്നും പറയുന്നില്ല ഞങ്ങള്. ഉദയൻ പറഞ്ഞതും നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് മാധവിന്റെ അച്ഛൻ കിച്ചണിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ 2 പാത്രങ്ങളുണ്ട് കയ്യില്. അതെ, ഞങ്ങളും കൂടി വരണോ? ഉദയൻ ചോദിച്ചു. വേണ്ട, നീ ഇവിടെ ഇരുന്നാ മതി, ഞങ്ങളെ കാരണന്മാര് കഴിക്കട്ടെ. ഓ അങ്ങനെ. വൈകിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് കേട്ടല്ലോ. അതൊക്കെ ഉണ്ടാവും, ഞങ്ങളാ സീനിയേഴ്സ്. എന്തിന്റെ? എല്ലാത്തിന്റെയും. മാധവിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. ഇനിയിപ്പോ അവരെ നോക്കണ്ട, നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നു. ചൂട് കാപ്പിയും കപ്പയും കോഴിക്കറിയും എല്ലാമായിട്ട് ഇരുന്ന് കഴിക്കുമ്പോഴും ശോഭനാമ്മയുടെ നോട്ടം പോയത് ദേവികയിലേക്കായിരുന്നു. മോളെ ദേവിക, എന്തുപറ്റി? നീ എന്തോന്ന് കഴിക്കാത്തത്? ശോഭനാമ്മ ചോദിച്ചതും നിനക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ശോഭനാമ്മ. ആ അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ ആദ്യം വന്നത്. അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്, ലക്ഷ്മി പറഞ്ഞു. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലും ശരത്ത് അവളെ നോക്കുന്നുണ്ട്. അവളുടെ ഇടയ്ക്കുള്ള ആലോചനയോടെ ഇരിക്കുന്നതും ഇടയ്ക്ക് അവൾ പോലും അറിയാതെയാണ് ഭക്ഷണം വായിലേക്ക് വയ്ക്കുന്നത് എന്ന് പോലും ശരത്തിന് തോന്നി. ശരത്ത് ഉദയനെ നോക്കി. ആ സമയമാണ് ഉദയനും മാധവും ശരത്തിനെ നോക്കിയത്. മാധവ് അവനെ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ച് ആണുങ്ങളെല്ലാം സിറ്റ് ഔട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ മഴ ചാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾ എല്ലാവരും കൂടി അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ടേബിളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് മാധവിന്റെ വീട്ടിൽ നിന്നും പാട്ട് കേൾക്കുന്നത്. ആഹാ, 3 പേരും നല്ല ഫോമിലായെന്ന് തോന്നുന്നു, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ പുറത്തേക്കിറങ്ങി. ഉദയന്റെ കൂടെ തന്നെ ബാക്കി എല്ലാവരും പുറത്തേക്കിറങ്ങി. അവർ ചെല്ലുമ്പോൾ കണ്ടു അവിടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് പാട്ടും പാടി ആസ്വദിച്ചുകൊണ്ട് കമ്പനി കൂടിക്കൊണ്ടിരിക്കുന്ന അച്ഛന്മാരെ 3 പേരെയും. കൊള്ളാലോ, ഇതിപ്പോ പാട്ടൊക്കെ ആയല്ലോ, ഇനി എന്തിനാ ഡാൻസ് കൂടി ആക്കാറുന്നില്ലേ? അത് മാത്രമായിട്ട് എന്തിനും ബാക്കി വെച്ചത്? ഉദയൻ ചോദിച്ചതും അതിനെന്താ, ഞങ്ങൾ റെഡിയാ, ഞങ്ങളുടെ ഭാര്യമാരെ ഇങ്ങോട്ട് വിളിക്ക്, മാഷച്ചൻ പറഞ്ഞതും ടീച്ചറമ്മ അയ്യേ ഇതെന്തി പറയുന്നേ? ടീച്ചറമ്മ ചോദിച്ചു. സീതേ വാടോ ഇങ്ങോട്ട്, മാധവിന്റെ അച്ഛൻ പറഞ്ഞതും അച്ഛൻ എന്തിനാ അമ്മേനെ വിളിക്കുന്നത്? അച്ഛൻ ക്ലാസിക്കൽ ഡാൻസ് ആണോ കളിക്കാൻ പോകുന്നത്? മിത്ര ചോദിച്ചതും ഡാൻസ് ആയ പോലെ അത് ഏതും ആകാം, മാധവിന്റെ അച്ഛൻ പറഞ്ഞു. പിന്നീട് അവിടെ കളിയും ചിരിയും പാട്ടും ഡാൻസും എല്ലാമായിരുന്നു. അതിനിടയ്ക്ക് ദേവിക ശരത്തിന്റെ അടുത്തേക്ക് ചെന്നു. ശരത്തേട്ടാ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ദേവിക പറഞ്ഞതും ശരത്ത് എല്ലാവരെയും ഒന്ന് നോക്കി. മാധവും ഉദയനും ശരത്തിന്റെ അടുത്തേക്ക് വരുന്ന ദേവികയെ കണ്ടിരുന്നു. അവർ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ? ഉദയൻ ചോദിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനായിരുന്നു, അവൾ ചോദിച്ചു. എന്താ? നമുക്ക് പുറത്തേക്ക് നിന്നാലോ? അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരും സംസാരത്തിന്റെയും പിന്നെ നവീന്റെ വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളും ഗംഗയുടെയും ഇഷാനിയുടെയും വിവാഹ കാര്യങ്ങളും എല്ലാം സംസാരിക്കുകയായിരുന്നു. അതിനെന്താ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും മാധവും ശരത്തും പുറത്തേക്ക് ഇറങ്ങി. എന്താ എന്താ മോൾക്ക് പറയാനുള്ളത്? അത് രാവിലെ അമ്പലത്തിൽ വെച്ച് ശരത്തേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയാനായിരുന്നു, ദേവിക പറഞ്ഞു. എന്ത് കാര്യം? അത് എനിക്ക് ഈശ്വരനെ കാണാതെ തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അയാളെ കാണാതെ തന്നെ എനിക്ക് ലീഗലി ഞങ്ങളുടെ ബന്ധം വേർപെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ഒന്നറിയാൻ വേണ്ടിയായിരുന്നു, ദേവിക പറഞ്ഞു. ഉദയനും മാധവും ശരത്തിനെ നോക്കി. എന്നാൽ ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ ശരത്ത് ദേവികയെ നോക്കി നിൽക്കുകയായിരുന്നു. ശരത്, അങ്ങനെ സാധിക്കുമോ? ഉദയൻ ചോദിച്ചു. സാധിക്കും. അതെങ്ങനെയാ അങ്ങനെ സാധിക്കുന്നത്? ഒരു പ്രാവശ്യം പോലും ദേവികയ്ക്ക് കോടതിയിൽ ചെല്ലേണ്ടി വരില്ലേ? ഇവർക്ക് 2 പേർക്കും ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കില്ലേ? അതൊക്കെ ഇല്ലാതെ നടക്കുവോ? ഉദയൻ ചോദിച്ചു. നടക്കും. അത് നമ്മൾ ഈശ്വരന് എതിരെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഈശ്വരനെതിരെ നമ്മൾ കൊടുക്കുന്ന കേസിന്റെ ബലം അനുസരിച്ചിരിക്കും, തെളിവുകൾ അനുസരിച്ചിരിക്കും എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? മാധവ് ചോദിച്ചു. ആവശ്യം എന്റെയല്ലേ, അന്വേഷിച്ചല്ലേ പറ്റൂ. എറണാകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അഡ്വക്കേറ്റ് ആണ്.
അവന്റെ അച്ഛൻ ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തെ ഇന്നലെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, ശരത്ത് പറഞ്ഞു. എന്നിട്ട് എന്താ അദ്ദേഹം പറഞ്ഞത്? ഉദയൻ ചോദിച്ചു. ആദ്യം ദേവികയ്ക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ നിയമിക്കണം. കേസ് മുഴുവനും ആ അഡ്വക്കേറ്റ് മുഖേന നമുക്ക് നടത്താം. ദേവിക കോടതിയിൽ നേരിട്ട് പോകേണ്ടി വരാതിരിക്കാനുള്ള അപേക്ഷ എക്സംഷൻ ഫ്രം പേഴ്സണൽ അപ്പിയറൻസ് നൽകാം. സ്ത്രീകൾക്ക് നേരെയുള്ള പീഡന കേസുകളിൽ കോടതി സാധാരണയായി ഇത് അനുവദിക്കാറുണ്ട്. ക്രൂരതയെ അടിസ്ഥാനമാക്കിയുള്ള ഡിവോഴ്സ് സെക്ഷൻ 13 ഹിന്ദു മാരേജ് ആക്ട് ക്രൂരതയെ ഉൾപ്പെടുത്തുന്നത് സമ്മർദ്ദമില്ലാതെ ലൈംഗിക ബന്ധം, മാനസിക പീഡനം, ഭീഷണി, ബലപ്രയോഗം, പിന്നെ സുരക്ഷയില്ലാത്ത അന്തരീക്ഷം. ഇതിന് ഈശ്വരന്റെ സമ്മതം വേണ്ട, അവനെ കാണേണ്ട ആവശ്യവും ഇല്ല. പിന്നെ സമ്മതമില്ലാതെ നടന്ന വിവാഹമാണെങ്കിൽ ഈ വിവാഹം നിയമപരമായി നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ പറഞ്ഞേക്കും. അവൻ ഹാജരാകാതിരുന്നാലും ഈ കേസ് മുന്നോട്ടു പോകും, ശരത്ത് പറഞ്ഞു. അപ്പോ ഈശ്വർ കോടതിയിൽ വരാതിരുന്നാൽ? ഉദയൻ ചോദിച്ചു. ഇത് ദേവികയ്ക്ക് ലാഭമാണ്. കോടതി നോട്ടീസ് അയക്കും. ഈശ്വർ വരാതിരുന്നാൽ കേസ് എക്സ്പാർട്ടെ ആയി തീരും. ദേവികയുടെ മൊഴി മാത്രം മതിയാവും. അപ്പോ കോടതി ഏകപക്ഷീയമായി വിവാഹം അവസാനിപ്പിക്കും. അതുമൂലം അവനെ കാണുന്ന സാഹചര്യം ഉണ്ടാകില്ല, ശരത്ത് പറഞ്ഞു നിർത്തിക്കൊണ്ട് ദേവികയെ നോക്കി. അപ്പോ ദേവികയ്ക്ക് ഈശ്വരന്റെ മുന്നിൽ വന്ന് അവളുടെ കാര്യങ്ങൾ പറയേണ്ടി വരുമോ? മാധവ് ചോദിച്ചു. ഇല്ല, സെപ്പറേറ്റ് വെയിറ്റിംഗ് ഏരിയ ആയിരിക്കും. ഒരേ മുറിയിൽ ഇരിക്കില്ല. പിന്നെ വീഡിയോ കോൺഫറൻസ് വഴി മൊഴി നൽകാം. പിന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും. പിന്നെ ഈശ്വരനോട് നേരിട്ട് ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടാകില്ല. ഇനി അഥവാ ഈശ്വർ ഭീഷണിപ്പെടുത്തിയാൽ എന്തു ചെയ്യും? ഉദയൻ ചോദിച്ചു. ദേവികയ്ക്ക് ഒരേ സമയം ലഭിക്കുന്ന നിയമസംരക്ഷണങ്ങൾ ഒരുപാടുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ, റീസ്ട്രെയിനിങ് ഓർഡർ, പോലീസ് സംരക്ഷണം, വിലാസം രഹസ്യമായി സൂക്ഷിക്കല്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണോ? കേട്ടിട്ട് നല്ലതാന്ന് തോന്നുന്നു, അല്ലേ മാധവ? ഉദയൻ ചോദിച്ചു. അതെ. എന്നാ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോയാലോ മോളെ? ഉദയൻ ദേവികയോട് ചോദിച്ചതും അതാ ഞാനും ആലോചിക്കുന്നത്, ദേവിക പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് നല്ലൊരു ലേഡി അഡ്വക്കേറ്റിനെ കാണാം. ദേവിക അഡ്വക്കേറ്റിന്റെ മുന്നിൽ ഓഫീസിൽ ചെന്നിട്ട് മൊഴി നൽകുന്നു. കോടതിയിലെ എക്സ്പാർട്ടെ ഓർഡർ വഴി വിവാഹം അവസാനിപ്പിക്കുന്നു. ഈശ്വറിന് അവസാനം വരെ ദേവികയെ കാണുന്നുമില്ല, ശരത്ത് പറഞ്ഞു. എന്നാ ഇതുമായിട്ട് മുന്നോട്ട് പോട്ടെ മോളെ? ഉദയൻ ചോദിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ. അവരന്വേഷിച്ച് നടക്കുകയാണ്. എന്റെ മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇനി എനിക്ക് ഈശ്വരനെ കാണേണ്ടത് എന്റെയും അയാളുടെയും വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരിക്കണം, അവൾ പറഞ്ഞു. ഇപ്പോൾ അവളുടെ മുഖത്ത് ഒരു ഗൗരവമുണ്ട്. അവനെ തോൽപ്പിക്കണം എന്നുള്ളൊരു വാശിയുണ്ട് എന്ന് എല്ലാവർക്കും തോന്നി. തീർച്ചയായിട്ടും ഇനി നീ അവനെ കാണുന്നുണ്ടെങ്കിൽ നീ അവനിൽ നിന്നും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും വേർപെട്ടിട്ടുണ്ടാകും, ഉദയൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അപ്പോ നീ ഇതൊക്കെ നേരത്തെ അന്വേഷിച്ചു വെച്ചിരുന്നു അല്ലേടാ? ഉദയൻ ചോദിച്ചതും ശരത്തൊന്ന് ചിരിച്ചു. ആവശ്യം എന്റെ അല്ലേ? ഇവളെ അവന്റെ അടുത്ത് നിന്ന് എല്ലാ അർത്ഥത്തിലും മോചിപ്പിച്ചാലല്ലേ എനിക്ക് ഇവളെ എന്റേതാക്കാൻ പറ്റൂ? ശരത്ത് പറഞ്ഞതും അത്രയും നേരം ഉദയന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന അവൾ അവനെ ഒന്ന് നോക്കി. ഓ, അപ്പോ അവനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവളെ നീ നിയമപ്രകാരം വിവാഹം കഴിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഉദയൻ ശരത്തിനെയും അവനോട് ചേർന്ന് നിൽക്കുന്ന ദേവികയെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ലാതെ പിന്നെ അവനിൽ നിന്നും എന്ന് നീ വിവാഹബന്ധം വേർപ്പെടുത്തുന്നോ അന്ന് ഈ ശരത്തിന്റെ പേരിലുള്ള താലി നിന്റെ കഴുത്തിൽ വീണിരിക്കും. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഉദയൻ ശരത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചതും ശരത്ത് ഉദയനെ നോക്കി. അല്ല, ഞാൻ മാത്രം തീരുമാനിക്കുകയല്ല. തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മുഴുവനും ഞാൻ നിങ്ങളുടെ ദേവുവിന് കൊടുത്തിട്ടുണ്ട്. അവളുടെ മറുപടിക്കാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ മറുപടി എനിക്ക് അനുകൂലമാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നത്, ശരത്ത് പറഞ്ഞു. അത്രയ്ക്ക് ഉറപ്പാണോ? മാധവ് ചോദിച്ചു. ഉറപ്പാണ്. കാരണം എന്റെ മനസ്സ് എന്താണെന്ന് അവളുടെ മുന്നിൽ ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അവളൊരു സാധാരണ പെൺകുട്ടിയാണ്. അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്റെ ഇഷ്ടം, എന്റെ പ്രണയം എല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ശരത്ത് പറഞ്ഞു. എന്നാ ശരി, ഇനിയിപ്പോ ഒരു ചോദ്യം പറച്ചിലൊന്നുമില്ല. നീ ആദ്യം നല്ലൊരു അഡ്വക്കേറ്റിനെ കാണാനുള്ള കാര്യങ്ങൾ ചെയ്യുക, മാധവ് ശരത്തിനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് റെഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടെന്ന്, അവന്റെ അമ്മയാണ് അഡ്വക്കേറ്റ്. അതെയോ? അവർ ഫാമിലി മൊത്തം അഡ്വക്കേറ്റ് ആണോ? അതെ, അവർ 4 പേരാണ്. അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ഫ്രണ്ട്, അവനാണ് മൂത്തത്.
അനിയത്തിയുണ്ട്, അവളും അഡ്വക്കേറ്റ് ആണ്. അതെയോ? ഉം അതെ. ഞാൻ ദേവികയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആന്റിയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഈ കേസ് ഏറ്റെടുക്കാൻ ആന്റി തയ്യാറാണ് എന്ന് ശരത്ത് പറഞ്ഞു. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് നാളെ തന്നെ കൊടുക്കാം അല്ലേ? ഉം നാളെ തന്നെ. നാളെ തന്നെ ദേവികയുടെ വക്കീൽ നോട്ടീസ് ഈശ്വറിന്റെ കയ്യിൽ എത്തിയിരിക്കും, നേരിട്ട് തന്നെ. ശരത്ത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവന്റെ റൂമിലേക്ക് പോയി. അന്ന് വൈകുന്നേരവും എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് മാധവിന്റെ ബസ്സിൽ നിന്നും വിനോദും കിച്ചുവും രവിച്ചേട്ടനും ബാലുവും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശരത്തിന്റെ ചെലവായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒത്തിരി വൈകിയാണ് എല്ലാവരും പിരിഞ്ഞത്. പിറ്റേന്ന് ദേവികയുടെ മുന്നിൽ ഫോണുമായിട്ട് ശരത്ത് വന്നു. ദേവിക, അഡ്വക്കേറ്റ് സുമിത്ര മേഡം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവൾക്ക് നേരെ നീട്ടി. അവൾ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു. ഹലോ. അവളുടെ ശബ്ദം വളരെ ചെറുതായിരുന്നു. അവളുടെ ചെവിയിൽ ഒരു സ്ഥിരതയുള്ള സ്ത്രീയുടെ ശബ്ദം കേട്ടു. ദേവിക, ഞാൻ സുമിത്ര. നീ ഓക്കെ അല്ലേ ഇപ്പോ? ആ ചോദ്യം കേട്ടപ്പോൾ ദേവികയുടെ കണ്ണ് നിറഞ്ഞു. ആണ്. അതവൾ പറഞ്ഞത് ശരത്തിന്റെ മുഖത്ത് നോക്കിയാണ്. ദേവിക, നിനക്ക് ഈ വിവാഹബന്ധം തുടരാൻ ആഗ്രഹമുണ്ടോ? അവളുടെ കൈകൾ ആ ഫോണിൽ ഒന്ന് മുറുകി. ഇല്ല, ഒരിക്കലുമില്ല. അവളുടെ ഉറച്ച ശബ്ദമായിരുന്നു അത്. അപ്പോ ഞാൻ പറയുന്നത് കേൾക്ക്. നീ എറണാകുളത്തേക്ക് വരണ്ട. ഞാൻ നോട്ടീസ് തയ്യാറാക്കാം. നിന്റെ ഒപ്പ് മാത്രം മതിയാവും. അത് നിന്റെ സമ്മതത്തിന്റെ രേഖയാണ്. ദേവിക ശരത്തിനെ നോക്കി. ശരത്ത് അവൾക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. ഇത് നിന്റെ തീരുമാനമാണ്. ഒപ്പുവെക്കുമ്പോൾ ദേവിക ശരത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട്, അവൻ എന്നെ തേടി വരുമോ? അവൾ ചോദിച്ചു. ഇല്ല, നിയമം ഇനി നിന്റെ കൂടെയുണ്ട്. അവന് നിന്റെ അടുത്തേക്ക് വരാൻ പോലും അനുമതി ഉണ്ടാകില്ല. ശരി. ഫോൺ കട്ട് ചെയ്തു. ശരത്ത് പേപ്പർ മുന്നിലേക്ക് വെച്ചു. ഡിവോഴ്സ് നോട്ടീസ്. അവളുടെ പേര് വ്യക്തമായി ഉണ്ട്. പേന കയ്യിലെടുത്തപ്പോൾ ദേവികയുടെ കൈ ഒന്ന് വിറച്ചു. ഭയമാണോ? ശരത്ത് ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. ഇത് ആദ്യമായാണ് ഞാൻ എൻ്റെ പേരിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അവൾ അതിൽ ഒപ്പിട്ടു. പേന പേപ്പറിൽ നിന്നും ഉയർന്ന നിമിഷം ദേവികയുടെ കണ്ണുകളിൽ നിന്നും എന്തോ ഒരു ഭാരം കുറഞ്ഞതുപോലെ അവൾ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. ഇന്നു മുതൽ നീ ആരുടെയും ഭാര്യയല്ല. നിന്റെ ജീവിതത്തിൽ നിന്നും അവനെ എന്നേക്കുമായി പടിയിറക്കാൻ പോവുകയാണ് ഞാൻ. ഇതിൽ വിജയിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എനിക്കായിട്ട് തരേണ്ടത് നിന്റെ ജീവിതമാണ്. ഞാൻ നിനക്ക് തരുന്നത് എൻ്റെ പേരിലുള്ള താലിയും എൻ്റെ കൈകൊണ്ട് നിന്റെ ഈ സീമന്തരേഖ ചുവപ്പിക്കുന്ന സിന്ദൂരവുമാണ്. അവൻ അവളുടെ നെറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അവിടെ നിന്നും തിരിഞ്ഞ് പുറത്തേക്കിറങ്ങി. മാധവിന്റെ കാറും എടുത്തുകൊണ്ട് അവൻ ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കി അവൾ അങ്ങനെ തന്നെ നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.